നമസ്കാരമുണ്ട്. ഇന്നലെ വളരെ വിവാദമായിരുന്നു ഈ ഒരു മരണം. ഇന്ന് അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം? ഇന്നലെ നമ്മളിവിടെ വന്ന് ഇവരെ വീട്ടുകാരുമായിട്ട് അന്വേഷണം നടത്തിയപ്പം ഈ രാജി എന്ന് പറഞ്ഞ ഈ കുട്ടി 10:20 ആണ് ആവണീശ്വരം ഒരു ബസ്സിൻ്റെ മുമ്പിൽ ചാടി മരണപ്പെട്ടത്. അതിന് പറ്റിയ ബന്ധത്തിൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങിയപ്പോൾ 8 മണിക്ക് രാജിയുടെ കുഞ്ഞമ്മ വിളിച്ചപ്പം ബിശ്രൂപ് എന്ന് പറയുന്ന അയാളെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സംശയത്തിലാണ് ഞങ്ങളെല്ലാം നിന്നതെന്ന് പറഞ്ഞാൽ ആ കൊച്ചിട്ടുകൊണ്ട് വരുന്ന വസ്ത്രമല്ല ചെറുക്കൻ്റെ ഷർട്ടായിട്ടുകൊണ്ട് പോയത്. അന്നേരം ചെറുക്കൻ എവിടെ പോയി എന്നുള്ളൊരു ഡൗട്ട് ഞങ്ങളെ നാട്ടുകാരെല്ലാം അവിടെ ആകെ ഒരു ഭയങ്കര എല്ലാവരും ഒരു ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. ചെറുക്കൻ എന്തെങ്കിലും പറ്റുമോ ഇന്ന് ഒരു രീതിയിൽ ആയിരുന്നു കേസ് മുമ്പോട്ട് പോയത്. ഒരു 3-3:30 ആയപ്പോഴത്തേന് ചെറുക്കൻ്റെ ബോഡി ഇവിടുന്ന് തന്നെ ഒരു 100 മീറ്റർ അപ്പുറം ഒരു പാറയിൽ ഒരു പറങ്കാവിൻ്റെ അവിടെ കെട്ടി തൂങ്ങി നിന്നു. ആ ഷാൾ പൊട്ടി മരിച്ച നിലയിൽ കണ്ടുകിട്ടി. അന്നേരം അവിടെ ചെന്നപ്പോൾ വസ്തുവിൻ്റെ പ്രമാണം അതിൽ ഒരു പ്രമാണം മിസ്സായെന്ന് ഇവർ പറയുന്നു. 35,000 രൂപ, ഇവർ രണ്ടുപേരെ ചെരുപ്പ്, പിന്നെ ആ കുട്ടിയുടെ ഇട്ടുകൊണ്ടിരുന്ന പാൻസ് അത് അവിടെ താഴെ വസ്തുവിൽ കിടക്കുന്നു. അന്നേരം നമുക്ക് ഇതിൽ പറയാൻ ഇവർക്ക് ഒരുപാട് ബാധ്യതകൾ കടങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഇവർ രണ്ടുപേരും ഈ കടക്കാരുടെ ഒരു പ്രഷർ, കടക്കാരെല്ലാം വിളിച്ച് വീട്ടിൽ ഭയങ്കര ശല്യവും അതിൽ മനംനൊന്ത് ഇവർ എന്തെങ്കിലും ചെയ്തതായിരിക്കാം എന്നേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് പറയാം. ഇന്നലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. ഇന്നലെ ഈ കുട്ടിയുടെ ബോഡി കിട്ടി, ചെറുക്കനെ കുറിച്ചൊരു അറിവില്ല. അന്നേരം ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ദുരൂഹതയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് വട്ടിപ്പലിശക്കാരുടെ ഒരു കാര്യം പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ ഈ അവിടെ കൂടിയവരെല്ലാം വട്ടിപ്പലിശയാണ് ഇതിനിപ്പോൾ ഈ ഒരു മരണത്തിന് കാരണമെന്ന് പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് നിങ്ങൾ? ഒരുപാട് ബാധ്യതയുണ്ട്. ഒരുപാട് ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഫൈനാൻസുകാരും അല്ലാതെ അണ്ണാച്ചിമാരും ഒരുപാട് പേരെ ഇന്ന് പൈസ ഇവരെടുത്തിട്ടുണ്ട്. അത് നമുക്കെല്ലാം നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യം. ഇന്നലെ മുതൽ താങ്കൾ അടക്കം പലിശക്കാരെയൊക്കെ പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പേടിയുണ്ടോ? ഇല്ല, ഞാൻ പലിശക്കാരെ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്നലെ മുതൽ ഞാൻ എല്ലാ ചാനലിലും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ആ കുട്ടി മരിച്ചു കഴിഞ്ഞ് ചെറുക്കനെ കാണാനില്ല. ഇതിൽ എന്തെങ്കിലും വലിയ മാഫിയ സംഘങ്ങളെ ഇത് കൂടിയിട്ടുണ്ട് ഇന്ന് ഞാനത് പറയുന്നുണ്ട്. പക്ഷേ ഈ ചെറുക്കൻ്റെ ബോഡി കിട്ടിയപ്പോഴാണ് നമുക്ക് അതിലേക്കൊന്ന് മാറി വന്നപ്പോൾ ആ കൊച്ചിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പം വണ്ടി ഇടിച്ചതിൻ്റെ ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരു വിഷയം ഇത് കാണുന്നില്ല. പക്ഷേ ഇവർക്ക് ഒരുപാട് പൈസ കൊടുക്കാനുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ശല്യങ്ങളും ചീത്തവിളിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. സാധാരണക്കാർ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണിത്. തീർച്ചയായിട്ടും. അവിടെ ഇപ്പം നമുക്കിവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത് ഒരുപാട് പലിശ കൊടുക്കുന്ന ലോബികൾ, അതായത് തമിഴ്നാട്ടുകാർ, മുത്തൂറ്റ്, സാഫ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ശല്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പെൺകുട്ടിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഇതിനെ ഒന്ന് നേരിടാൻ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ഒരു മരണം അല്ലെ 2 മരണം കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇനിയുള്ള കാര്യങ്ങൾ നേരിടാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ തിരക്കിയപ്പോൾ ഇവിടെ ഉള്ള പല ചേച്ചിമാരും ഈ കൊച്ചിനെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പൈസ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ തിരക്കിയതാണ്. ഒരാൾ അപ്പുറത്ത് തന്നെ ഇപ്പോൾ അവരെടുത്ത് പറയുമ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പൈസകൾ എടുത്തു കൊടുത്ത് ഇവർ വന്നിവിടെ ചീത്തവിളിയും ബഹളങ്ങൾ ഓരോ കുടുംബത്തിൽ കയറി ഇവർ വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ്. അന്നേരം ഇനി മുതൽ അങ്ങനെയുള്ള ഫൈനാൻസുകാർ വരാതിരിക്കാൻ ഞങ്ങളിവിടെ നാട്ടുകാർ ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉറപ്പായിട്ടും എടുത്തു. ഇത് യഥാർത്ഥത്തിൽ ഗതാഗത മന്ത്രി ഇപ്പം മന്ത്രിയായി, നിങ്ങളുടെ MLA ഇപ്പം മന്ത്രിയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചാനൽ പ്രകാരം അറിഞ്ഞു കാണുമെങ്കിലേ ഉള്ളൂ. അല്ലാതെ ബഹുമാനപ്പെട്ട MLA ഇവിടെ ഇല്ല, ഡൽഹിയിലാണ്. അതുകൊണ്ട് MLA അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ അവരെ ഓഫീസിൽ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. വളരെ ഗൗരവമായ കാര്യം എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. 2 മരണം, 2 ജീവനുകൾ എടുത്തേക്കുന്ന 2 കുരുന്നുകൾ അനാഥമായിരിക്കുന്നു. ഈ ഒരു വിഷയം മന്ത്രിയുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലേ? ഇത് നിങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഇത് അദ്ദേഹത്തെ തീർച്ചയായിട്ടും അറിയിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരെയൊന്നും എല്ലാം ഒപ്പൊക്കെ ശേഖരിച്ച് അതിനുള്ള പരാതിയുമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ അറിയിക്കും.